സ്മൃതി പരുത്തിക്കാടിൻ്റെ പക്ഷം പിടിക്കൽ രോഗത്തിന് ചർച്ചയിൽ തന്നെ ലൈവായി മരുന്ന് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. സ്വാഭാവികമായി കൊടുത്തുപോകും. മുനമ്പം വിഷയമായിരുന്നു ചർച്ചയ്ക്കെടുത്തത്. സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലം. സിംഗിൾ ബെഞ്ച് മുനമ്പം വിഷയം പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയതിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ കോർട്ടിലേക്ക് പന്ത് വന്ന സന്ദർഭം. ആ വിഷയത്തിൽ ചർച്ച വയ്ക്കുമ്പോൾ ചർച്ച ആരംഭിച്ച് ആദ്യ 37 മിനിറ്റിൽ ഇടതുപക്ഷ പ്രതിനിധിക്ക് അഭിപ്രായം പറയാൻ അവസരമില്ല. ആകെ 1 മണിക്കൂർ ചർച്ച. ഇതിൻ്റെ ഇടയിൽ 2 ഇടവേള. പോയിട്ട് തുലവും തുച്ഛവും സമയം. 37 മിനിറ്റ് കാഴ്ചക്കാരനാക്കി ഇരുത്തിയതിന് ശേഷം ചോദ്യവുമായിട്ട് സ്മൃതി പരുത്തിക്കാട് എത്തുകയാണ്. എത്തിയിട്ടോ മറുപടി പറയാൻ സമ്മതിക്കില്ല. സ്വാഭാവികമായിട്ട് ഇടപെടൽ രോഗം കുറച്ച് കലശലാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ഇന്നലെ ആ കലിപ്പങ്ങ് പരുത്തിക്കാടിന്റെ നെഞ്ചത്ത് തീർത്തത്. സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, അതിനിടയ്ക്കാണ് ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നത് സഭയിലേക്ക് കടക്കുന്നതിന് നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായ അനുഭവമാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഏതായാലും ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ 37 മിനിറ്റായി. ചർച്ച തീരാറായി. CPM-ന്റെ പ്രതിനിധിയിലേക്ക് വരുന്നത് 37-ാം മിനിറ്റിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി വന്നു. മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അടിയായിട്ടാണ് ആ വിധി വന്നത്. അതേപോലെ തന്നെ ഇവിടെ വഖഫ് നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലമായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടതെല്ലാം മുനമ്പത്ത് കഴിഞ്ഞ 170 ദിവസമായിട്ട് നടക്കുന്ന സമരം തന്നെയാണ്. ആ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടും അതിന്റെ ചർച്ചയുടെ ഭാഗമായിട്ടെല്ലാം മുനമ്പം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ആ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ സിംഗിൾ ബെഞ്ച് ഇടപെട്ടു. ആ ഇടപെട്ടപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ചർച്ചയായി മാറി. ഞാനടക്കം നിങ്ങളുടെ ചാനലിൽ ആ ചർച്ചയിൽ പങ്കെടുത്താണ്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് കേരള ഹൈക്കോടതിയുടെ തീരുമാനവുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകാമെന്നും ആ പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി പൂർത്തീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കാമെന്നും പറഞ്ഞ വിധിന്യായം ഈ 37 മിനിറ്റിനുള്ളിൽ ഒരക്ഷരം പോലും ആ വാക്കിനെ കുറിച്ച് അല്ല വിധിയെക്കുറിച്ച് ഉരിയാടാതെ താങ്കൾ കാണിച്ച ജാഗ്രത ഏതായാലും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോയതിനെ കുറിച്ചാണ്. അതിൽ മുനമ്പം മിണ്ടിക്കൂടാ എന്നില്ല. മുനമ്പം മിണ്ടിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്ന ആരും ഇവിടെയില്ല. നമ്മൾ പോകുന്ന വിഷയത്തിൽ നിന്നും ഇതിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല. സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഈ വാർത്ത എന്നുള്ളത് നമ്മുടെ തലക്കെട്ടുമാണ്. ഇനി താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. 37 മിനിറ്റ് ആങ്കർ വെറുതെ പറഞ്ഞു പോകുകയായിരുന്നില്ലല്ലോ. തർക്കത്തിലല്ലേ സമയം പോയത്? ഇനി താങ്കൾ പറയൂ, എന്തിനാണ് സമയം കളയുന്നത്? 37 മിനിറ്റ് എന്നെ കാഴ്ചക്കാരനാക്കി ഇരുന്നപ്പോൾ താങ്കൾക്ക് ഈ രോഷം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങി 2 വാചകമായപ്പോൾ താങ്കളുടെ ആ രോഷവും ജാഗ്രതയും ഒക്കെ ഞാൻ കാണുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകില്ല. 8 മണി വരെ ഞാൻ ഇരിക്കും. താങ്കൾ എത്ര വേണമെങ്കിലും ഇടപെട്ടോ. ഈ 37 മിനിറ്റ് എന്നെ കാഴ്ചക്കാരനാക്കി CPM പ്രതിനിധിയെ കാഴ്ചക്കാരനായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി വന്നിട്ടുണ്ട് എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞില്ല. ഒരു ഇൻട്രോയും ഉണ്ടായില്ല. ചർച്ചയുടെ ഒരു ഘട്ടത്തിലും മുനമ്പം വിഷയം ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി താങ്കൾ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് കേൾക്കാനും മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അതിന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുടെ ആ ജാഗ്രത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ കുറച്ച് നാളായി നുണപ്രചരണം നടക്കുന്നുണ്ട്. അത് ഗവൺമെന്റിനെതിരെ തന്നെ നടത്തുകയാണ്. ആ നുണപ്രചരണത്തിനെല്ലാം ഒരു ചുട്ട മറുപടിയാണെന്ന് കിട്ടിയതെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇവിടെ വലിയ രൂപത്തിൽ എന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? ആ പ്രചരണം ഗവൺമെന്റ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പട്ടാളത്തിനുള്ള സ്വത്ത് കഴിഞ്ഞാൽ റെയിൽവേക്കുള്ള സ്വത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത്, അതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂമിയുടെ ഉടമസ്ഥനാണ് ഈ മുസ്ലിംങ്ങളും അതുപോലെ വഖഫ് ബോർഡും എന്ന രൂപത്തിലാണ് വലിയ പ്രചരണം നടന്നത്. പാർലമെന്റിൽ ആ നിയമം അവതരിപ്പിച്ച് ലോകസഭയിൽ പാസാക്കി രാജ്യസഭയിൽ പാസാക്കിയതിന്റെ പിറ്റേ ദിവസം ഓർഗനൈസറിൽ പുതിയ ലേഖനം വരികയാണ്. ഈ രാജ്യത്ത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള സ്വത്ത് കഴിഞ്ഞാൽ മുഴുവൻ ഉള്ളത് കത്തോലിക്ക സഭയാണ്. അവർ വഖഫ് ബോർഡിന് വിട്ടു. രണ്ടാമത്തെ സ്വത്തിന്റെ ഉടമ ഇവിടെ കൃത്യമായി കത്തോലിക്ക സഭയാണ് എന്ന രൂപത്തിൽ ലേഖനം വരികയാണ്. ആ ലേഖനം എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ മാസങ്ങൾ എടുത്ത് പഠിച്ച് പ്ലാൻ ചെയ്യാതെ ഒരു ലേഖനം വരില്ലല്ലോ. ഇത്ര കോളേജ്, ഇത്ര സ്കൂള്, ഇത്ര പ്രൈമറി സ്കൂള്, ഇത്ര മെഡിക്കൽ കോളേജ്, ഇത്ര നഴ്സിംഗ് സ്കൂള്, കൃത്യമായിട്ടുള്ള കണക്ക് വന്നിട്ട് അവസാനം പറഞ്ഞു 7 കോടി ഹെക്ടർ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ചർച്ചയിലും സൂചിപ്പിക്കാറുണ്ട്, ഒന്നാമത് ഇസ്ലാം, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ, നാലാമതായി പ്രതിഷേധിക്കുന്ന സ്വരമുയർത്തുന്ന എല്ലാവരും
ഒരു സിനിമ ഇറങ്ങിയപ്പോഴേക്കും ഏറ്റവും ആദ്യം സംവിധായകൻ, നിർമ്മാതാവ് ഗോകുലൻ ഗോപാലൻ, അതിലെ പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ എല്ലാവരെയും ED, കസ്റ്റംസ്, അങ്ങനെ ആദായ നികുതി വകുപ്പ് കയറി ഇറങ്ങിയാണ് ഈ കൃത്യമായി ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വം ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാ ചർച്ചകളിലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ അത് സൂചിപ്പിക്കാറുണ്ട്. പിന്നെ ദേഷ്യം വരില്ലേ? സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചർച്ചയിൽ ആദ്യം അഭിപ്രായം പറയാൻ അവസരമുണ്ടാകുക ഇടതുപക്ഷ പ്രതിനിധിക്കാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വന്ന കാര്യം പോലും മിണ്ടാതെ മുനമ്പം വിഷയം എങ്ങനെ കോൺഗ്രസിന് അനുകൂലമാക്കാം, സംഘപരിവാർ ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെയും ലീഗ് പ്രതിനിധിയെ ഇരുത്തിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഏജൻസി പണി നടത്തിയതിനാണ് അരുൺകുമാറിന് ഇങ്ങനെ മറുപടി പറയേണ്ടി വന്നത്. ആരായിരുന്നാലും പറഞ്ഞു പോകുന്നേ, ഒരു ചാനൽ ചർച്ചയൊക്കെയല്ലേ. സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം അനുകൂല വിധി കിട്ടുമ്പോൾ ഒരു ആശ്വാസം എന്നൊരു വാക്ക് കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ചർച്ച മുഴുവൻ ആരാണോ ഇതിനെ കുളം കലക്കാൻ നടക്കുന്നവർ, ആരാണോ ഇന്നലകളിൽ ഇതിനെ കുളം കലക്കിയവർ, അവർക്ക് സംസാരിക്കാൻ യഥേഷ്ടം നിശബ്ദയായിരുന്ന് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. അതിൽ അവർ പറയുന്നത് കേട്ട് അഭിരമിച്ചിരിക്കുകയാണ്. എന്നിട്ട് മുനമ്പം വിഷയത്തെ എങ്ങനെ അവിടുത്തെ താമസക്കാരെ കുടിയിറക്കാതെയും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അതിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് നിയമപരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സംസാരിക്കാൻ ഇടമില്ല. മറ്റ് രണ്ട് ചെന്നായ്ക്കളെ കടികൂടിക്കാൻ അങ്ങ് വിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഒരുങ്ങുമ്പോൾ കുളം കലക്കുന്ന ചോദ്യവുമായിട്ട് പരുത്തിക്കാട് ചാടി വീഴുകയാണ്. അങ്ങനെയാണ് അരുൺകുമാറിന് ആ ചർച്ചയിൽ തന്നെ സ്മൃതി പരുത്തിക്കാടിനെ നിർത്തി തൊലി ഉരിച്ച് വിടേണ്ടി വന്നത്.